48 നിയമങ്ങൾ ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 7ാമത്തെ നിയമം. 7ാമത്തെ നിയമം, മറ്റുള്ളവരെക്കൊണ്ട് നിങ്ങൾക്കുവേണ്ടി ജോലി ചെയ്യിപ്പിക്കുക, പക്ഷേ അതിന്റെ മുഴുവൻ ബഹുമതിയും നിങ്ങൾ സ്വന്തമാക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ശ്രദ്ധിക്കുക, ദുരുപയോഗം ചെയ്യാതെ ഇരിക്കുക. ഈ നിയമത്തിന്റെ പ്രധാന ആശയം, നിങ്ങളുടെ സ്വന്തം പ്രയത്നം കുറച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കഴിവും കഠിനാധ്വാനവും ഉപയോഗിച്ച് നിങ്ങളുടെ സ്ഥാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. നിങ്ങൾ സ്വയം കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അതിനായി മറ്റുള്ളവരെക്കൊണ്ട് ചെയ്യിപ്പിക്കുക. അതിനുശേഷം അതിന്റെ എല്ലാ അംഗീകാരവും പ്രശംസയും നിങ്ങൾ തന്നെ നേടിയെടുക്കുക. ഇത് നിങ്ങളുടെ സ്വന്തം പരിശ്രമം കുറച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കും. ഈ തന്ത്രം ഉപയോഗിച്ച് നിങ്ങളുടെ പ്രതിച്ഛായ ഒരു മികച്ച നേതാവിൻ്റേത് പോലെ കെട്ടിപ്പടുക്കാനും സാധിക്കും. ഈ നിയമം നടപ്പിലാക്കുന്നതിൽ ചില അപകടങ്ങളുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ പ്രയത്നത്തിന്മേൽ അവകാശവാദം ഉന്നയിക്കുന്നത് പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് അവരുടെ വിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതോടെ നിങ്ങളുടെ അഭിമാനത്തിന് കോട്ടം തട്ടുകയും ഭാവിയിൽ ആരും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യും. അതിനാൽ ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു തന്ത്രമാണ്. ചില ചരിത്രപരവും സിനിമാപരവുമായ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ചരിത്രപരമായ ഉദാഹരണങ്ങൾ. തോമസ് എഡിസൺ ഒരു പ്രതിഭാധനനായ കണ്ടുപിടുത്തക്കാരൻ മാത്രമല്ല, വലിയ ബിസിനസ്സുകാരൻ കൂടിയായിരുന്നു. സ്വന്തമായി കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിനോടൊപ്പം അദ്ദേഹം കഴിവുറ്റ ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും തന്റെ ലാബിൽ നിയമിച്ചു. ഇവർ നടത്തിയ പല കണ്ടുപിടുത്തങ്ങളുടെയും പേറ്റന്റുകൾ എഡിസൺ തന്റെ പേരിൽ സ്വന്തമാക്കി. അദ്ദേഹത്തിന്റെ പേരിന് കീഴിൽ വന്ന കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. മൈക്കലാഞ്ചലോയും മാർബിൾ കനിയും. മൈക്കലഞ്ചലോ ആൻഡ് ദി മാർബിൾ ക്വെറി. പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ മൈക്കലാഞ്ചലോയ്ക്ക് തന്റെ ശില്പങ്ങൾക്കായി നല്ല നിലവാരമുള്ള മാർബിൾ ആവശ്യമായിരുന്നു. അദ്ദേഹം സ്വന്തമായി പോയി മാർബിൾ ഖനനം ചെയ്യുന്നതിന് പകരം അതിനായി ജോലിക്കാരെയും വിദഗ്ധരെയും നിയമിച്ചു. അവർ മികച്ച മാർബിൾ കണ്ടെത്തി അദ്ദേഹത്തിന് നൽകി. ഈ മാർബിൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ശില്പങ്ങളുടെ മുഴുവൻ പ്രശംസയും മൈക്കലാഞ്ചലോയ്ക്ക് ലഭിച്ചു. നെപ്പോളിയൻ ഒരു മികച്ച സൈനിക തന്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം തന്റെ സൈന്യത്തിലെ ഏറ്റവും മികച്ച ജനറൽമാരെയും ഉദ്യോഗസ്ഥരെയും യുദ്ധതന്ത്രങ്ങൾ മെനയാൻ ഉപയോഗിച്ചു. യുദ്ധങ്ങളിൽ വിജയിക്കുമ്പോൾ അതിന്റെ മുഴുവൻ ബഹുമതിയും ഒരു നേതാവ് എന്ന നിലയിൽ നെപ്പോളിയൻ സ്വന്തമാക്കി. ദി സോഷ്യൽ നെറ്റ്വർക്ക്. ഈ സിനിമയിൽ മാർക്ക് സക്കർബർഗ് ഫേസ്ബുക്ക് എന്ന ആശയം തന്റെ സഹപാഠികളിൽ നിന്ന് കടമെടുത്ത് അതിനെ ഒരു വലിയ വിജയമാക്കി മാറ്റുന്നു. ആശയം തന്റേതാണെന്ന് വാദിച്ച സഹപാഠികൾക്ക് യാതൊരു അംഗീകാരവും നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. സിനിമയുടെ അവസാനം ഫേസ്ബുക്കിന്റെ മുഴുവൻ ക്രെഡിറ്റും സക്കർബർഗിന് ലഭിക്കുന്നു. ദി ഡെവൽ വെയർസ് പ്രാഡ. സിനിമയിൽ മിറാണ്ട പ്രീസ്റ്റ്ലി എന്ന ഫാഷൻ മാഗസിൻ എഡിറ്റർ തന്റെ സഹായികളെക്കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിക്കുന്നു. പുതിയ ആശയങ്ങൾ മുതൽ ചെറിയ കാര്യങ്ങൾ വരെ അവർക്കായി ചെയ്യുന്ന സഹായികൾക്ക് യാതൊരു ക്രെഡിറ്റും ലഭിക്കാതെ എല്ലാ നേട്ടങ്ങളും മിറാണ്ടയുടെ പേരിലാകുന്നു. ദ ഗ്രേറ്റ് ഗാട്സ്ബി. ഗാട്സ്ബി എന്ന കഥാപാത്രം തന്റെ സമ്പത്തും പ്രശസ്തിയും നേടാൻ മറ്റ് ആളുകളുടെ കഴിവുകളും സ്വാധീനങ്ങളും ഉപയോഗിക്കുന്നു. വലിയ പാർട്ടികൾ സംഘടിപ്പിച്ച് അദ്ദേഹം തന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നു, അതിലൂടെ ആളുകളുടെ ശ്രദ്ധ നേടുന്നു. എന്നാൽ ഈ പാർട്ടികൾ സംഘടിപ്പിക്കാൻ സഹായിച്ച ആളുകളുടെ ക്രെഡിറ്റ് അദ്ദേഹം സ്വന്തമാക്കുന്നു. ഫോർഡ് മോട്ടോർ കമ്പനിയുടെ തുടക്കം. ഹെൻറി ഫോർഡ് ഒരു മികച്ച എഞ്ചിനീയർ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ യഥാർത്ഥ വിജയം മറ്റ് കഴിവുള്ള ആളുകളെ ഉപയോഗിച്ചതാണ്. വാഹനത്തിന്റെ അസംബ്ലി ലൈൻ എന്ന ആശയം അദ്ദേഹത്തിൻ്റേത് മാത്രമായിരുന്നില്ല, പല എഞ്ചിനീയർമാരുടെയും കണ്ടെത്തലുകളുടെ ഒരു സംയോജനമായിരുന്നു അത്. എന്നാൽ ഫോർഡ് എന്ന പേര് ഈ നൂതനമായ ഉത്പാദനരീതിയുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന്റെ പ്രശസ്തി ഉയർത്തി. ആൽവിൻ എഗ്ഗിന്റെ കണ്ടുപിടുത്തങ്ങൾ. പ്രശസ്തനായ കണ്ടുപിടുത്തക്കാരനായ ആൽവിൻ എഗ്ഗ് പലപ്പോഴും മറ്റ് ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങൾ തന്റെ പേരിൽ പേറ്റന്റ് ചെയ്തിട്ടുണ്ട്. ഈ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് അദ്ദേഹത്തിന്റെ ടീം ആയിരുന്നെങ്കിലും മുഴുവൻ അംഗീകാരവും അദ്ദേഹത്തിന് ലഭിച്ചു. ചിത്രകാരന്റെ സഹായി. സാഹിത്യത്തിലും സിനിമയിലും പലപ്പോഴും ഒരു ചിത്രകാരനോ എഴുത്തുകാരനോ തങ്ങളുടെ കഴിവുകൾ മറച്ചുവെച്ച് മറ്റൊരാളുടെ പേരിൽ സ്വന്തം സൃഷ്ടികൾ പ്രസിദ്ധീകരിക്കുന്ന കഥാപാത്രങ്ങളെ കാണാം. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അവരുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ സഹായികളുടെ കഴിവിനെ ഉപയോഗിക്കുന്നു. ഷെർലക് ഹോംസ് ഒരുപാട് കുറ്റാന്വേഷണ കേസുകൾ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹം ഒറ്റയ്ക്ക് എടുക്കാറില്ല, പക്ഷേ പല കേസുകളിലും തന്റെ സഹകാരിയായ ഡോക്ടർ വാട്സന്റെ സഹായം സ്വീകരിക്കുന്നു. എന്നിട്ടും ക്രെഡിറ്റ് മുഴുവൻ ഷെർലക് ഹോംസിനാണ് ലഭിക്കാറ്. ആധുനിക കാലത്തെ ഉദാഹരണങ്ങൾ. ബിസിനസ് ലോകം. പല വലിയ കമ്പനികളിലെയും സിസ്റ്റർ
ഇ ഒ മാർ തങ്ങളുടെ ടീം അംഗങ്ങൾ വികസിപ്പിച്ചെടുത്ത ആശയങ്ങളും ഉൽപ്പന്നങ്ങളും തങ്ങളുടേതാണെന്ന് പലപ്പോഴും അവതരിപ്പിക്കാറുണ്ട്. പ്രൊജക്റ്റുകൾക്ക് നേതൃത്വം നൽകി അതിന്റെ മുഴുവൻ ക്രെഡിറ്റും തങ്ങളുടേതാക്കി മാറ്റുന്നു. സംഗീത ലോകം പല പ്രശസ്തരായ സംഗീതജ്ഞരും പാട്ടുകളെഴുതാനും ഈണം നൽകാനും മറ്റ് സംഗീതജ്ഞരെയും എഴുത്തുകാരെയും ഉപയോഗിക്കുന്നു. പാട്ടിന്റെ അവസാന ക്രെഡിറ്റിൽ അവരുടെ പേരും ഉണ്ടാകുമെങ്കിലും ആളുകൾക്ക് മുഴുവൻ ശ്രദ്ധ ലഭിക്കുന്നത് പ്രശസ്തനായ ഗായകനോ അല്ലെങ്കിൽ സംഗീതജ്ഞനോ ആയിരിക്കും. ഈ ഉദാഹരണങ്ങൾ ഏഴാമത്തെ നിയമം എങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാമെന്ന് കാണിക്കുന്നു. ഈ നിയമം വിജയത്തിന് സഹായിക്കുമെങ്കിലും അതിന്റെ ദുരുപയോഗം വിശ്വാസ്യത നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് ഓർക്കണം.